വർഷം 1973 ഡിസംബർ 31. ലോകം പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങുമ്പോൾ മുംബൈ തീരത്തുനിന്നും പുറപ്പെട്ട ദുംറ എന്ന കപ്പലിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. കയ്യിൽ വലിയ സമ്പാദ്യമൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു കടലിരമ്പുന്ന സ്വപ്നമുണ്ടായിരുന്നു. യൂസുഫ് അലി എന്നായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേര്. നാട്ടികയിലെ മണലിൽ നിന്നും ഗൾഫിന്റെ ചുടുമണലിലേക്ക് അവൻ നടന്നു കയറിയത് ചരിത്രം മാറ്റിവരയ്ക്കാനായിരുന്നു. ആയിരത്തി 1955 തൃശൂർ ജില്ലയിൽ ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിലായിരുന്നു യൂസുഫ് അലിയുടെ ജനനം. പക്ഷേ യൂസുഫ് അലിക്ക് ബിസിനസ് രക്തത്തിലുണ്ടായിരുന്നു. തന്റെ പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾക്കെല്ലാം ശേഷം ഗുജറാത്തിലെ തന്റെ പിതാവ് അബ്ദുൽ ഖാദറിന്റെ പലചരക്കു കടയിലേക്ക് പിതാവിനെ സഹായിക്കാനായി അദ്ദേഹം യാത്ര തിരിച്ചു. ഗുജറാത്തിലെത്തിയ ആ കൗമാരക്കാരൻ അവിടെ വെച്ചാണ് കച്ചവടത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ ഡിപ്ലോമയേക്കാൾ വലിയ പാഠം അദ്ദേഹം പഠിച്ചത് മനുഷ്യരെ വായിച്ചുകൊണ്ടായിരുന്നു. യൂസുഫ് അലിയുടെ പിതാവ് അദ്ദേഹത്തോട് പറയുമായിരുന്നു, യൂസഫ്, കച്ചവടമെന്നാൽ ലാഭം മാത്രമല്ല, അത് വിശ്വസ്തത കൂടിയാണ്. അറിയാം ഉപ്പച്ചി, വാങ്ങുന്നവനും വിൽക്കുന്നവനും ഒരുപോലെ സന്തോഷിക്കണം, അതല്ലേ ബിസിനസ്. ഗുജറാത്തിലെ ബിസിനസ് പാഠങ്ങൾക്ക് ശേഷം യൂസഫ് അലിയുടെ ജീവിതം മാറുന്നത് ഒരു കത്തിലൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ കൊച്ചാപ്പയായ MK അബ്ദുള്ള ആ സമയത്ത് അബുദാബിയിൽ ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകൾ നടത്തുകയായിരുന്നു. തന്റെ ബിസിനസ് വിപുലീകരിക്കാൻ വിശ്വസ്തനായ ഒരാളെ തേടിയ അബ്ദുള്ള യൂസഫ് അലിയെ അബുദാബിയിലേക്ക് ക്ഷണിച്ചു. ആ ക്ഷണം ഒരു നിയോഗമായിരുന്നു. അങ്ങനെ യൂസുഫ് അലി തന്റെ പ്രവാസ ലോകത്തേക്ക് പോകാൻ തീരുമാനിച്ചു. 7 ദിവസങ്ങൾ നീണ്ട കടൽ യാത്ര. തിരമാലകളുടെ താളത്തിനൊപ്പം ആ 18കാരന്റെ മനസ്സിലും വലിയ തിരയിളക്കങ്ങളായിരുന്നു. കൈവശം വലിയ പണമൊന്നുമില്ല, പക്ഷേ തന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. 7-ാം ദിവസം കടലിന് നടുവിൽ മണൽക്കാറ്റും ചൂടും നിറഞ്ഞ UAEയുടെ തീരം കണ്ടപ്പോൾ അത് ലോകം കീഴടക്കാനുള്ള ഒരു സാമ്രാജ്യത്തിന്റെ തുടക്കമാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അങ്ങനെ 1974 ജനുവരി ആദ്യവാരം അദ്ദേഹം അബുദാബിയിൽ കാലുകുത്തി. തന്റെ കൊച്ചാപ്പയുടെ ലുലു എന്ന ചെറിയ വ്യാപാര സ്ഥാപനത്തിൽ ഒരു സഹായിയായി അദ്ദേഹം ജോലി തുടങ്ങി. അബുദാബിയിലെ 50 ഡിഗ്രി ചൂടിൽ സാധനങ്ങൾ ചുമക്കുന്നതും വിതരണം ചെയ്യുന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല ജോലികൾ. ആ കഠിനാധ്വാനമായിരുന്നു ഇന്നത്തെ ബില്യണയറിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയും. ഇന്ന് നമ്മൾ കാണുന്ന തിളക്കമുള്ള UAE ആയിരുന്നില്ല അന്ന്. എയർ കണ്ടീഷണറുകളില്ലാത്ത കാലം. ചുട്ടുപഴുത്ത മണലിലൂടെ നടന്ന് സാധനങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ചു: മറ്റുള്ളവർ ചെയ്യുന്നതേ ഞാനും ചെയ്യുന്നുള്ളൂവെങ്കിൽ ഞാൻ അവരിൽ ഒരാൾ മാത്രമായി ഒതുങ്ങിപ്പോകും. അന്നാണ് യൂസുഫ് അലിക്ക് ആ ആശയം മനസ്സിലുദിച്ചത്. എന്തുകൊണ്ട് സാധാരണക്കാർക്ക് എല്ലാ സാധനങ്ങളും ഒരു കടയിൽ നിന്ന് വാങ്ങിക്കൂടാ? ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് ഫാക്ടറികളിൽ നിന്ന് സാധനങ്ങൾ എത്തിച്ചാൽ വില കുറയ്ക്കാനാവില്ലേ? തന്റെ ആ ചിന്തയായിരുന്നു ലുലുവിന്റെ വിത്തുകൾ വിതറുന്നതിന്റെ തുടക്കം. ഇനി മുതൽ നമ്മൾ സാധനങ്ങൾ നേരിട്ട് ഇമ്പോർട്ട് ചെയ്യും. സിംഗപ്പൂരിലെയും യൂറോപ്പിലെയും സാധനങ്ങൾ ഇവിടെ ഗൾഫിലെ സാധാരണക്കാരന് കുറഞ്ഞ വിലയിലെത്തിക്കും. അങ്ങനെ 1989 അദ്ദേഹം തന്റെ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. 2 കൈകളും നീട്ടി ജനങ്ങൾ അത് സ്വീകരിച്ചു. വൻ വിജയമായി. ഓരോ സാധനത്തിനും ഓരോ കടയിൽ കയറിയിറങ്ങുന്ന അറബികൾക്കും പ്രവാസികൾക്കും എല്ലാം ഒരിടത്ത് എന്ന ആശയം അത്ഭുതമായിരുന്നു. പക്ഷെ യൂസഫ് അലി അവിടെയും തൃപ്തനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം സൂപ്പർ മാർക്കറ്റുകൾക്കും അപ്പുറമായിരുന്നു. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ആളുകൾ വരുന്നത് അരിയും പഞ്ചസാരയും വാങ്ങാനാണ്. എന്നാൽ അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ്, പഴങ്ങൾ, പച്ചക്കറികൾ എല്ലാം ഒരൊറ്റ മേൽക്കൂരയ്ക്ക് താഴെ കിട്ടിയാലോ? അവർക്ക് അതൊരു ഷോപ്പിംഗ് മാത്രമല്ല, അതൊരു ആഘോഷമായി മാറണം. നമുക്കൊരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങണം. അങ്ങനെ യൂസുഫ് അലി തന്റെ എല്ലാ സമ്പാദ്യവും ഹൈപ്പർ മാർക്കറ്റിനായി നിക്ഷേപിച്ചു. പക്ഷെ പെട്ടെന്നായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത വന്നത്. ഗൾഫ് യുദ്ധം തുടങ്ങുന്നു. എല്ലാവരും പേടിച്ച് പരിഭ്രാന്തരായി. പലരും അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിച്ചു. UAEയിൽ നിന്ന് നാടുവിട്ടു. പക്ഷേ ഒരാൾ ഒഴികെ. യൂസഫ് അലി മാത്രം അവിടെ ഉറച്ചുനിന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ മണ്ണിനെ വിശ്വസിക്കുന്നു. ഈ രാജ്യം തളരില്ല. എന്റെ നിക്ഷേപം ഇവിടെ തന്നെ തുടരും. ആ വാക്ക് അദ്ദേഹത്തെ ഭരണാധികാരികളുടെ പ്രിയപ്പെട്ടവനാക്കി. ഷെയ്ഖ് സായിദിന്റെ വിശ്വസ്തനായി
ഷെയ്ഖ് അദ്ദേഹത്തിന്റെ കൊട്ടാര വസതിയിലേക്ക് യൂസുഫ് അലിയെ ക്ഷണിച്ചു. പ്രതിസന്ധിയിൽ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്തെന്ന് അദ്ദേഹം തെളിയിച്ചു. ശേഷം ഗൾഫ് യുദ്ധം അവസാനിച്ചു. UAE വീണ്ടും ഉണർന്നു. പിന്നീട് കണ്ടത് ലുലുവിന്റെ പടയോട്ടമായിരുന്നു. വർഷം 2000-ൽ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ സ്ഥാപിതമായി. ഇന്ന് 20-ലേറെ രാജ്യങ്ങളിൽ 200-ലധികം ഹൈപ്പർ മാർക്കറ്റുകൾ, 37 രാജ്യങ്ങളിൽ നിന്നുള്ള 60,000-ഓളം ജീവനക്കാർ, ഒരു മലയാളി കെട്ടിപ്പടുത്ത ലോകോത്തര സാമ്രാജ്യം. കടൽ കടന്ന് സമ്പാദിച്ചതൊന്നും അദ്ദേഹം സ്വന്തം പെട്ടിയിൽ പൂഴ്ത്തിവെച്ചില്ല. 1200 കോടി രൂപയുടെ നിക്ഷേപവുമായി അദ്ദേഹം കൊച്ചിയിലെത്തി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ അവിടെ ഉയർന്നു. തന്റെ നാട്ടുകാർക്കും ആധുനികമായ ഷോപ്പിംഗ് അനുഭവം നൽകണമെന്ന അദ്ദേഹത്തിന്റെ വാശിയായിരുന്നു അത്. പണം മാത്രമല്ല യൂസഫ് അലിയെ വ്യത്യസ്തനാക്കുന്നത്. പ്രളയമായാലും കൊറോണയായാലും ഒരു മനുഷ്യൻ വേദനിക്കുമ്പോൾ അദ്ദേഹം അവിടെയുണ്ടായിരുന്നു. പത്മശ്രീയും പ്രവാസി ഭാരതീയ സമ്മാനും അദ്ദേഹത്തെ തേടിയെത്തിയത് വെറുതെയല്ല. അദ്ദേഹം സമ്പാദിക്കുന്നത് മനുഷ്യരുടെ സ്നേഹം കൂടിയായിരുന്നു. അന്ന് ആ 7 ദിവസത്തെ കപ്പൽ യാത്രയിൽ തുടങ്ങിയ സ്വപ്നം ഇന്ന് $500 ബില്യൺ ആസ്തിയുള്ള ഒരു മഹാമേരുവായി വളർന്നിരിക്കുന്നു. 3 ഉപദേശം ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. 1 പങ്ക്ച്വാലിറ്റിയാണ്. 2 they should learn from the experienced people. 3 വരുമാനത്തിൽ കൂടുതൽ ചെലവ് ശ്രമിക്കും.